കൊയിലാണ്ടി കൂട്ടത്തിൻ്റെ ചെയർമാനുമായ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ കൂടിയായ ശ്രീമൻ അസീസ് അവരുടെ ഇവിടെ സ്വാഗതം ആശംസിച്ച കൊയിലാണ്ടി നഗരസഭയുടെ കൗൺസിലർ ശ്രീമതി TK മീനാക്ഷി, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യ വ്യക്തികളായ ഈ ചടങ്ങിൽ ആശംസ അർപ്പിക്കാനെത്തിയിട്ടുള്ള ശ്രീമാൻ TP രാംദാസ്, ശ്രീ VT സുരേന്ദ്രൻ, ശ്രീമാൻ അശോകൻ, ശ്രീ അഹമ്മദ് മൂറാടി, ശ്രീ അബ്ദുറഹിമാൻ, ശ്രീ ഷഫി, ശ്രീ അനിൽകുമാർ, റഷീദ് മൂറാടി, ഈ വേദിയിൽ ഉപവിഷ്ടമായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇന്നത്തെ ചടങ്ങിൽ സംബന്ധിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, നാട്ടുകാരെ, വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എന്നോട് എത്തിയിട്ടുള്ളത്. കൊയിലാണ്ടി കൂട്ടം എന്ന പേരിൽ കഴിഞ്ഞ 4-5 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 3 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയിലെ അംഗങ്ങളാണ് ഇത്തരമൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് 15,000-ൽ പരം അംഗങ്ങളുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു സമഞ്ജസ വേദിയായിട്ടാണ് ഞാനിന്ന് കാണുന്നത്. അവരുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 3 വർഷമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും അത് ഈ നാട്ടിലെ ആളുകൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ തന്നെ എത്തിച്ചു കൊടുക്കാനും ഒക്കെ തന്നെ ഈ കൂട്ടത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യായ നമ്മുടെ എല്ലാം തന്നെ പ്രിയപ്പെട്ടതിൻ്റെ അധ്യക്ഷനെ ഞാൻ അനുമോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാം തന്നെ അറിയാം, നമ്മളെല്ലാം തന്നെ ജീവിക്കുന്ന സമൂഹത്തിൽ ഇപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് ആളുകൾ, ആരോഗ്യമില്ലാത്ത ആളുകൾ, അവശന്മാരും ആർത്തന്മാരും ആലംബഹീനന്മാരായിട്ടുള്ള ആളുകൾ, അവർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ സങ്കീർണമാണ് എന്ന് മാത്രമല്ല, പലപ്പോഴും പരിഹരിക്കപ്പെടുന്ന കാര്യത്തിൽ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട് എന്ന് മാത്രമല്ല, നമ്മൾക്ക് തന്നെ ഗൗരവപൂർവ്വം ആ പ്രശ്നത്തെ സമീപിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും പരാജയപ്പെടുന്നത് കാണാൻ ഒരു സാമൂഹ്യ പ്രവർത്തന നേതൃത്വത്തിൽ എനിക്ക് സന്ദർഭമുണ്ടായിട്ടുണ്ട്. പക്ഷെ അത്തരം ഒരു സങ്കീർണമായ ചുറ്റുപാടിൽ ജീവകാരുണ്യ പ്രശ്നങ്ങൾ അത് ജീവൻ പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് സംഘടനകൾ നമ്മുടെ സമീപകാലത്ത് നമ്മുടെ ഈ ജില്ലയിൽ സാർത്ഥകമായി പ്രവർത്തിക്കുന്നത് കാണാൻ എനിക്ക് സന്ദർഭമുണ്ടായിട്ടുണ്ട്. നമ്മുടെ മാറി വരുന്ന ചുറ്റുപാടിൽ ഒരുപാട് പുതിയ രോഗങ്ങൾ, ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അത് പെരുകിക്കൊണ്ടിരിക്കുന്നു. ആ രോഗത്തെയൊക്കെ തന്നെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ രോഗം വന്ന് ചികിത്സിക്കാനോ സാധിക്കാതെ നിരാലംബരായി നിൽക്കുന്ന ആയിരക്കണക്കായ ആളുകൾ, അവരെങ്ങനെ സഹായിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് തന്നെ സത്യസന്ധവും ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് ഇതുപോലെയുള്ള സംഘടനകളെ എനിക്ക് നേരത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട്. വടകരയിൽ ഫലവത്തായി പ്രവർത്തിക്കുന്ന തണൽ എന്ന് പറയുന്ന സംഘടനയെ ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഇദ്രീസിനെ ഞാൻ ഈ സന്ദർഭത്തിൽ എൻ്റെ മനസ്സുകൊണ്ട് ആദരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഞാൻ മിനിയാന്ന് വൈകിട്ട് നമ്മുടെ വേളത്ത് അവിടെ ഒരു സാന്ത്വന പരിചരണ കേന്ദ്രത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് ആ ചടങ്ങിൽ സംബന്ധിക്കാൻ എനിക്ക് അവസരം ലഭിക്കുന്നുണ്ടായി. അതുപോലെ വടകരയിൽ നമ്മുടെ ആശുപത്രിയുടെ സൂപ്രണ്ട് ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട് നേതൃത്വം കൊടുത്തുകൊണ്ട് ലളിതമായ രൂപത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു ഡയാലിസിസ് സെന്റർ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ജനകീയ പ്രസ്ഥാനത്തിന്റെ വിജയമായിട്ട് അത് മാറിയിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ തന്നെ വളരെ താല്പര്യമെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം തന്നെ ആശ്വാസം നൽകുന്ന വസ്തുതയാണ്. എൻ്റെ MP-യുടെ പ്രാദേശിക വികസന ഫണ്ട്, കാരണം നിങ്ങളുടെയൊക്കെ തന്നെ കാരുണ്യം കൊണ്ടാണ് MP ആയിട്ട് ലോക്സഭയിലേക്ക് പോകാൻ എനിക്ക് സന്ദർഭം ഉണ്ടായിട്ടുള്ളത്. ആ പണം എങ്ങനെ സാർത്ഥകമായിട്ട് വിനിയോഗിക്കണമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ആ പണം ചെലവഴിക്കുന്നത് ഒരു വലിയ ആശ്വാസമായിരിക്കും, ഒരു കുടുംബത്തിന് അത് സമാധാനം ഉണ്ടാക്കുമെന്നൊക്കെ തന്നെ മനസ്സിലായിക്കൊണ്ടാണ് ഞാൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലുള്ള സാന്ത്വന പരിചരണ കേന്ദ്രങ്ങൾക്ക് വേണ്ട കെട്ടിടങ്ങൾ, അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ
അവർക്ക് വേണ്ട ആംബുലൻസ് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് കൊടുക്കാൻ എനിക്ക് സാധിച്ചുണ്ട്. അതിലെനിക്ക് നിറഞ്ഞ ചാരിതാർത്ഥ്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരന് അദ്ദേഹത്തിന് കൃത്രിമമായ ഒരു അവയവം വെച്ചു കൊടുക്കാൻ സാധിച്ചത് MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിലുള്ള പണം ചെലവഴിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു പൊതുപ്രവർത്തന രൂപത്തിൽ മറ്റേത് തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നേക്കാൾ എനിക്ക് മനസ്സിന് സമാശ്വാസം കിട്ടുന്നത് ഇത്തരം പ്രവർത്തനത്തിൽ ഭാഗമാക്കുമ്പോഴാണ്. നമ്മൾ 25 പ്രസംഗം നടത്തി കഴിഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മുടെ മനുഷ്യന്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവനെ സഹായിക്കാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു മാനവികമായ ചിന്ത അത് നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് പലപ്പോഴും നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നില്ല. നമ്മൾക്ക് തന്നെ വ്യക്തികളായി ചുരുങ്ങുകയും സമൂഹത്തോടുള്ള നമ്മുടെ ബാധ്യത നമ്മൾ മറക്കുകയും ചെയ്തിട്ടുണ്ട്. പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ കൂട്ടുകുടുംബത്തിൽ ജനിച്ച് വളർന്ന ആ ചുറ്റുപാട് നമ്മൾ ഓർക്കുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. അവിടെ ദാരിദ്ര്യം ഉണ്ടായിരിക്കാം, പട്ടിണി ഉണ്ടായിരിക്കാം, പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ തന്നെ മറന്നുകൊണ്ട് ആ കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ എല്ലാം സഹിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്ന ഒരു സമീപനം നമുക്കുണ്ടായിരുന്നെങ്കിൽ അത് കൈമോശം വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ അണുകുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അച്ഛനും അമ്മയും അതിന്റെ 1-2 കുട്ടികളും അതിലപ്പുറം ഒരു ലോകമില്ല എന്ന് വന്നുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നം മാത്രമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചുരുങ്ങിയപ്പോൾ നമ്മളെല്ലാം തന്നെ സ്വാർത്ഥതയുടെ തുരുത്തുകളിലേക്ക് സ്വയം ചുരുങ്ങിപ്പോയ ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ കുറെ ആഗ്രഹിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ കൊയിലാണ്ടിയിലെ കുറെ ആളുകൾ ഗൾഫ് നാടുകളിൽ ജീവസന്ധാനത്തിന് വഴി കണ്ടെത്താൻ വേണ്ടി പോയിട്ടുള്ള ധാരാളം ആളുകൾ അവർ കഠിനാധ്വാനം കൊണ്ട് തന്റെ കുടുംബത്തെ പുറത്തോടൊപ്പം തന്നെ തങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്ന കൊച്ചു ആ നാണയത്തുട്ടുകൾ അത് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കൂടി സഹായിക്കുന്നതിന് ഉപകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇതൊരു വലിയ കാര്യമായിട്ട് നടക്കുന്നു. ഇതൊരു ഉദാത്തമായ മാതൃകയായിട്ട് എടുത്തു പറയാൻ ഞാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു. ഈ കൂട്ടായ്മ ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല. ഇതുപോലെ നമ്മുടെ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊയിലാണ്ടിക്കാരുടെ മറ്റൊരു കൂട്ടായ്മ ഇപ്പോൾ ഉണ്ട്. കൊയിലാണ്ടിയിലും ആ കൊയിലാണ്ടി കൂട്ടായ്മ, ഡൽഹിയിലുള്ള കൊയിലാണ്ടി കൂട്ടായ്മ സമീപകാലത്ത് ഡൽഹി മലയാളികൾക്ക് അത്ര സവിശേഷമായ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിച്ച ഒരു സംരംഭമായിട്ടാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. നിസ്സാരമായിട്ട് കാണാൻ സാധിക്കില്ല. അങ്ങ് അകലെ ജോലി ചെയ്യുന്ന ആളുകൾ, ഡൽഹി പോലെയുള്ള ഒരു മഹാനഗരത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും തങ്ങളുടെ ഗ്രാമത്തിലെ സാധാരണക്കാരന്റെ വിശ്വാസങ്ങൾ എന്താണ് അത് ഏറ്റുവാങ്ങാൻ കഴിയുന്ന ഒരു മനസ്സ് അത് വളർത്തിയെടുക്കാൻ ഈ ചെറുപ്പക്കാർക്ക് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കണക്കാക്കിയാണ്. ഈ കൂട്ടായ്മയെ ഞാൻ ഹൃദയപൂർവ്വം അനുവദിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അതോടൊപ്പം തന്നെ ഇതിന്റെ അധ്യക്ഷനോട് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഓൺലൈനിൽ കൂടെയുള്ള ഈ കൂട്ടായ്മ, ആ സൗഹൃദത്തിന്റെ കൂട്ടായ്മ അത് വളരെ നല്ലത് തന്നെ, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ സോഷ്യൽ മീഡിയ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരുപാട് ദുരന്തങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന തരത്തിൽ അത് ദുരുപയോഗപ്പെടുത്തുന്ന കാര്യം ഞാൻ പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ പ്രധാനമന്ത്രി സമീപകാലത്ത് മുസാഫറാബാദിൽ നിങ്ങൾക്കറിയാം നടന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂട്ടക്കുരി നടത്തിയ സംഭവത്തെ കുറിച്ച് അദ്ദേഹം തന്നെ തികഞ്ഞ ഉത്തരവാദിത്തോടെ എനിക്കറിയാം. ആഭ്യന്തര മന്ത്രാലയത്തിൽ ആളായതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ പ്രധാനമന്ത്രി യാതൊരു മറയുമില്ലാതെ കഴിഞ്ഞ 3-4 യോഗങ്ങളിൽ അദ്ദേഹം പറയുകയുണ്ടായി. വിജ്ഞാൻ ഭവൻ നടത്തിയ യോഗത്തെ വെച്ചാണ് ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു തരത്തിലുള്ള സോഷ്യൽ മീഡിയ കൊണ്ടാണ് അവിടെ ഇല്ലാത്ത തരത്തിൽ മുസ്ലിമുകളും ഹിന്ദുക്കൾ തമ്മിൽ ഒരു കലാപം ഉണ്ടാക്കാനും അതിൽ നിരപരാധികളായിട്ട് ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ കൂട്ടക്കൊലക്ക് വിധേയരാകുകയും ചെയ്തു എന്ന കാര്യം നമ്മൾ ഓർക്കണം. അറബ് നാടുകൾ, അറബ് വസന്തം നമുക്കറിയാം. അതിൽ നേതൃത്വം കൊടുത്തത് ഈ തരത്തിലുള്ള കൂട്ടായ്മയാണ് നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളത്. നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇത് ദുരുപയോഗപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ലോകമെമ്പാടും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയെ ക്രിയാത്മകമായി എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും, നമ്മുടെ നാട്ടിലെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എങ്ങനെ പോകാൻ സാധിക്കും, ഈ പറഞ്ഞ മതാതീത മാനവികത എന്ന ആ വികാരം അതെങ്ങനെ നമുക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുമെന്നതിനെ കുറിച്ചൊക്കെ തന്നെ ബഹുമാനപ്പെട്ട അധ്യക്ഷനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന്മാരും ഒക്കെ തന്നെ ഗൗരവപൂർവ്വം ചിന്തിക്കണമെന്ന് മാത്രമാണ് വിനീതനായിട്ട് എനിക്ക് അപേക്ഷിക്കേണ്ടത്. ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇന്ന് സന്നിഹിതരായിട്ടുള്ളത്. അവരുടെ ദുഃഖവും വേദനയും പ്രയാസങ്ങളും ഒക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഇടയിലേക്ക് കടഞ്ഞ് അവർക്കൊരു ആശ്വാസം എത്തിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ സേവനം എന്നും വാഴ്ത്തപ്പെടാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ സേവനം ചെയ്യുന്ന കാര്യം എനിക്കറിയാം. പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു അമ്മ മരിച്ചു പോകുന്നു. അച്ഛൻ ഒരു മരത്തിൽ നിന്ന് വീണോ മറ്റോ അദ്ദേഹം നട്ടലില് തകർന്നു പോയിരിക്കുന്നു. ആരും രക്ഷിക്കാനില്ലാത്തൊരു കുടുംബം. ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം
ഞങ്ങൾ